ഓം കർപ്പണ്യദോഷോ ഭഗതസ്വഭാവകൃച്ഛാമിത്താം ധർമ്മസ്മൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്യഹംസാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. കഴിഞ്ഞ ദിവസം നമ്മൾ ഉത്തരഗീതയും തമ്മിലുള്ള താരതമ്യ പഠനത്തിൽ ജരാമരണമോക്ഷായ മാം ആസത്തെ യതന്തിയേ തേ ബ്രഹ്മ തത്വതി കൃഷ്ണ അധ്യാത്മ കർമ്മചാകിലം എന്ന ഗീതയിലെ 7-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, ആരാണോ എന്നെ ആശ്രയിച്ചുകൊണ്ട് ജരാമരണങ്ങളിൽ നിന്ന്, അതായത് വാർദ്ധക്യം വരുന്നതിൽ നിന്നും അഥവാ ജരാമരണങ്ങളിൽ നിന്നും സംഭവിക്കൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടിയിട്ട് സർവകാലവും പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തനം എന്തെന്ന് ഇവിടെ പറയുന്നില്ല. അത് പിന്നീട് ഉത്തരഗീതയിലെ 8-ാം ശ്ലോകത്തിലൂടെ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. ആ ശ്ലോകം, 8-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇന്നലെ കണ്ടതാണ്, എന്നാലും ഒന്നോടെ ഓർമ്മിക്കാം. 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നമ്മൾ ചിരഞ്ജീവിയായിട്ട് മാറുന്നതിനുള്ള സാധ്യതയാണ്. ഗച്ഛൻ തിഷ്ഠൻ സദാകാലം വായു സ്വീകരണം പരം സർവകാല പ്രയോഗേന സഹസ്രായുർഭവേനര. അതിന് 2 മാർഗം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഒന്ന് സഞ്ചാരസമാധിയും പിന്നെ ആരൂഢസമാധി. സഞ്ചാരസമാധി 12 വർഷക്കാലം ഈ പറയുന്ന യോഗ സാധന ചെയ്യണം. പിന്നെ 16 മാസക്കാലമാണ് ആരൂഢസമാധി ചെയ്യേണ്ടത്. അങ്ങനെ അത് കൃത്യമായിട്ട് ഈ പറയുന്ന ഏകദേശം 14 വർഷം പൂർത്തിയാക്കിയാൽ സമാധി പരിശ്രമങ്ങൾ പൂർത്തിയാക്കിയതായിട്ട് ധാരാളം സൂചനകൾ, ഇങ്ങനെയുള്ള മഹാത്മാക്കൾ ധാരാളം ഉണ്ട് ഭാരതവർഷത്തിൽ എന്നുകൂടി ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ 14 വർഷത്തെ ആ സാധന, സഞ്ചാരസമാധിയും ആരൂഢസമാധിയും പൂർത്തിയാക്കിയാൽ സഹസ്രായുർ 1000 വർഷം വരെ ജരാമരണങ്ങളില്ലാതെ വർത്തിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം അത്ര മാത്രം ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഉത്തരഗീതയിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ പരബ്രഹ്മത്തെ അറിയുകയും ചെയ്യും. പരബ്രഹ്മ സ്വരൂപനായിക്കൊണ്ട് ഇച്ഛിക്കുന്ന അത്രയും കാലം നമുക്ക് ഈ പ്രപഞ്ചത്തെ സ്ഥിതി ചെയ്യാനും സാധിക്കും. അതിനെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറഞ്ഞേ, വെയ്റ്റ്ലെസ് ആയിട്ട് ശരീരം മാറുകയും ആകാശമാർഗം സഞ്ചരിക്കാൻ സാധിക്കുക. ഇങ്ങനെ ഇത് മാത്രമല്ല, നമ്മുടെ ഈ പ്രത്യക്ഷ ശരീരത്തെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പ്രകൃതിയിലേക്ക് തിരിച്ചു ലയിപ്പിക്കാനും തിരിച്ചതേ ശരീരം നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് കൊണ്ട് പ്രത്യക്ഷമാകാനും ശരീരം സ്വീകരിച്ച് പ്രത്യക്ഷമാകാനും ഒക്കെ സാധിക്കുന്ന ഒരു യോഗസ്ഥിതിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള മഹാത്മാക്കൾ ഭാരതവർഷത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. സഹസ്രായുർ എന്ന് ഭഗവാൻ പറഞ്ഞത് എത്ര കൃത്യമായിട്ട് ഇന്നും പാലിക്കുന്നവരുണ്ടെന്നും ഭഗവാൻ സൂചന നൽകുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഉത്തരഗീതയിലെ 1-ാം അധ്യായത്തിൽ തന്നെ 11, 12, 13 ശ്ലോകങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഭഗവാൻ പറയുന്നത്. അത് സ്ഥിരബുദ്ധിര സമ്മൂഢ ബ്രഹ്മവിൽ ബ്രഹ്മണി സ്ഥിത ബഹിർവ്യോമസ്ഥിതം നിത്യം നാസാഗ്രേച വ്യവസ്ഥിതം നിഷ്കളം തം വിജാനിയാൽ ശ്വാസോ എത്ര ലയം ഗത പുടദ്വയ വിനർമുക്തോ വായുരത്ര വിലീയതേ തത്ര സംസ്ഥം മനഃകൃത്വ തം ധ്യായേൽ പാർത്ഥ ഈശ്വരം. നിഷ്കളം തം വിജാനിയാൽ ഷഡൂർമിരഹിതം ശിവം. അതായത് ഷഡൂർമികളെ ജയിച്ചാൽ ശിവമയമായ ഒരു ശരീരത്തിനുടമയായിത്തീരും. അതാണ്. പിന്നെ പ്രഭാശൂന്യം, മനഃശൂന്യം, ബുദ്ധിശൂന്യം, നിരാമയം, സർവശൂന്യം, നിരാഭാസ, സമാധിസ്ഥ ലക്ഷണം എന്നൊക്കെ നമ്മൾ ഈ 11, 12, 13 ശ്ലോകങ്ങളിൽ കണ്ടതാണ്. അത് ശ്വാസഗതിയെ നിയന്ത്രിച്ചുകൊണ്ട് ആ സോഹം ക്രിയ യഥാവിധി ചെയ്യുന്ന സ്ഥിതിയാണ് ഇവിടെ പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ജരാമരണ മോക്ഷായ ആസക്തി യതന്തിയെ തേ ബ്രഹ്മതത്വത്തെ കൃഷ്ണ അധ്യാത്മം കർമ്മജാകലം എന്ന് ഭഗവാൻ ഗീതയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾക്ക് സൂചന തരുന്നവയാണ്. ഭഗവത്ഗീത 12-ാം അധ്യായത്തിൽ 8ഉം 9ഉം ശ്ലോകങ്ങൾ അവയെ ചുവടെ ഉദ്ധരിക്കുന്നു. ആ സ്ഥിതിയാണ് സാധാരണ ഭക്തി കൊണ്ട് സാധിക്കാവുന്ന മയ്യേവ മന ആദൽസ മൈ ബുദ്ധി നിവേശയ നിവേശി മയ്യേവ അത ഊർത്തം ന സംശയ.
സദാ ജയിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ എന്നിൽ തന്നെ, പരമാത്മാവിൽ തന്നെ സ്ഥിരമായിട്ട് നിർത്തുക. ബുദ്ധിയെയും അപ്രകാരം എന്നിൽ ഉറപ്പിച്ചു വയ്ക്കുക. അങ്ങനെ അന്ധകരണങ്ങളെ ചലനമില്ലാതെ എന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്തിയാൽ നിശ്ചയമായിട്ടും നിനക്ക് ഊർദ്ധഗതി ഉണ്ടാകുന്നതാണ്. ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഭഗവത്ഗീതയിൽ 12-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് 9-ാമത്തെ ശ്ലോകത്തിൽ അധചിത്തം സമാധാനം ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാം ഇച്ഛാപ്തം തന്നെ ചെയ്യാന്ന് പറഞ്ഞു. അല്ലയോ അർജുന, ഈ ചിത്തത്തെ എന്നിൽ ഉറപ്പിച്ചു നിർത്തുവാൻ നിനക്ക് കഴിയില്ല എങ്കിൽ യോഗാഭ്യാസത്തിൽ അത് സാധിക്കും എന്നതാണ് പറഞ്ഞത്. നിരന്തരമായിട്ട് യോഗാഭ്യാസം ചെയ്യുക. അപ്പോൾ മനസ്സും ബുദ്ധിയും എന്നിൽ ഉറച്ച് നിൽക്കുന്നതിനാൽ നീ എന്നെ തന്നെ പ്രാപിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. ഉത്തരഗീത 17-ാമത്തെ ശ്ലോകത്തിൽ മാത്രാരഹിതവും ശബ്ദരഹിതവും ബിന്ദുനാഥ കലകൾക്ക് അതീതവുമായ നിഷ്കള ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു. അതുതന്നെയാണ് യഥാർത്ഥ വേദമെന്നും അതിനെ അറിഞ്ഞവൻ വേദവിദ്വാനാകുന്നു എന്നും പറയുന്നു. ഇതേ സംഗതികളെക്കുറിച്ച് സൂചന ആകുന്നു ഭഗവത്ഗീതയിൽ 10-ാം അധ്യായത്തിൽ 38-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇതേയായിട്ട് ബന്ധപ്പെടുത്തി സാധാരണ ഭക്തിമാർഗത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, എന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് മയ്യേവ മന ആദൽസമയ ബുദ്ധി നിവേശയ, സദാ ചലിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ശ്രമിക്കണം. അപ്രകാരം ബുദ്ധിയെയും എന്നിൽ തന്നെ, ഭഗവാനിൽ തന്നെ ഉറപ്പിച്ച് നിർത്തണം. അങ്ങനെ അന്ധകരണ ശുദ്ധി നേടണം. എന്നിൽ തന്നെ ഉറപ്പിച്ച് അന്ധകരണ ശുദ്ധി നേടുമ്പോഴാണ് ഈ ഉറച്ചു നിൽക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നിർത്തിയാൽ നിശ്ചയമായിട്ട് നിനക്ക് ഊർദ്ധഗതി തന്നെ, ഉയർന്ന തലങ്ങളിലേക്ക് നിനക്ക് ഉയരാനും സാധിക്കും. ഇതാണ് സാധാരണ ഭക്തിമാർഗത്തിലൂടെ നമുക്ക് ചെയ്യാവുന്നത്. പക്ഷേ എന്നാലും മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ എളുപ്പം സാധിക്കുക എന്ന് പറയുന്നത്, മനസ്സെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ നിയന്ത്രിക്കാൻ ലഘുസാധ്യമല്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് അഭ്യാസം ചെയ്യണം. അധചിത്തം സമാധാനം, ഒന്നിൽ ഉറപ്പിച്ച് നിർത്താൻ മനസ്സ് വക്ഷമാണ്. അത് എപ്പോഴും ചഞ്ചലാവസ്ഥയുള്ളത് കൊണ്ട് മനസ്സിനെ ഒന്നിലേക്ക് ഉറപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നത് അത്ര ക്ലേശകരമാണ്. ശരീരത്തിന് വരെ ക്ലേശം ഉണ്ടാകുന്നൊക്കെ ഭഗവാൻ ഈ 12-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞു. ക്ലേശോ അധികതരശേഷാം വ്യക്ത സചേതസാം, മനസ്സ് തന്നെ അവ്യക്തമാണ്, അത് ചഞ്ചലമാണ്. അതുകൊണ്ട് അതിനെ ഉറപ്പിച്ച് നിർത്താൻ വളരെയധികം ക്ലേശം, ശരീരത്തിന് വരെ ക്ലേശം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അധചിത്തം സമാധാനം ന ശക്നോഷി മൈസ്ഥിരം. ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് മനസ്സിൽ ഒന്നുറപ്പിച്ച് നിർത്താൻ സാധിക്കില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിരന്തരം ശ്രമിക്കണം. ശനൈരുപരമേൻ അഭ്യാസേ യോഗേന തതോ മാം ഇച്ഛാബ്ദം തന്നെ ചെയ്യാം. അവിടെയാണ് ചിത്തത്തെ എന്നിൽ തന്നെ ഉറപ്പിച്ച് നിർത്തുവാൻ നിനക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് അശക്തനാണെങ്കിൽ അത് നിരന്തരമായ യോഗാഭ്യാസം കൊണ്ടാണ്. ഈ യോഗ ആസനങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് അപ്പോൾ മനസ്സും ബുദ്ധിയും എന്നിൽ തന്നെ ഉറച്ച് നിൽക്കും. അതിനാൽ നീ എന്നെ തന്നെ പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിരന്തര ശ്രമം കൊണ്ടേ സാധിക്കൂ. സ്വിച്ചിട്ട കാര്യം നടക്കും. ഈ ക്ലേശങ്ങളൊന്നും സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരിക്കലും ഈ അഭ്യാസമില്ലാതെ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമില്ലാതെ പ്രയത്നിച്ച് ക്ലേശങ്ങളൊക്കെ അതിജീവിച്ച് അന്ധകരണശുദ്ധിയും വിവേകവും എന്നുവരെ ഉണ്ടാകുന്നില്ലയോ അന്ന് വരെ ഈ മാർഗത്തിലുള്ള പ്രവർത്തനം നമുക്ക് വ്യർത്ഥമായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ എക്സൈറ്റ്മെന്റ് എന്താണെന്ന് സാധിക്കാം. അതുകൊണ്ടാണ് മുൻവിധിയോടുകൂടി ഒന്നും സമീപിക്കരുത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. നമുക്ക് ഇന്നത് സാധിക്കും എന്ന് വിചാരിക്കുന്നതാണ് മുൻവിധി എന്ന് പറയുന്നത്. യാതൊരു ഉറപ്പുമില്ല. നമ്മുടെ യോഗ്യത എപ്പോൾ വന്ന് ഭവിക്കും. പഴുത്ത പഴം തന്നെ താഴേക്ക് വീഴുന്നത് അത് പക്വത വരുമ്പോഴാണല്ലോ. അതേ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഊർദ്ധഗതിയിലേക്കേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ അല്പമാത്രമായ കർമ്മം നമ്മൾ ഈ മാർഗത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് അനുഷ്ഠാനം ചെയ്താൽ അത് ഒരിക്കലും നഷ്ടപ്പെടുകയും നശിച്ചു പോവുക. എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല മാർഗത്തിൽ സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വാഗ്ദാനത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധ വേണം എന്നർത്ഥം. അങ്ങനെ 17-ാമത്തെ ശ്ലോകത്തിലും ഇതേ കാര്യം തന്നെ ഭഗവാൻ ഉത്തരഗീതയിൽ പറയുന്നുണ്ട്.
ആ 17ാമത്തെ ശ്ലോകം എന്താണെന്ന് നമുക്ക് നോക്കാം. 17ാമത്തെ ശ്ലോകത്തിൽ വേദാന്തേജ പ്രതിഷ്ഠിത യോ വേദൗ സ്വരപ്രോക്ത വേദാന്തേജ പ്രതിഷ്ഠിത തസ്യ പ്രകൃതിയും ലീനസ്യ പ്രകൃതി ലീനസ്യ യാ പര സ മഹേശ്വര. അതായത് ഉപാസന വിദ്യയുടെ ആദി പ്രണവസ്വരമാകും. ഉപാസകന് വിദ്യയുടെ ആദി സ്വരമാകുന്നു. വിദ്യയുടെ അന്തവും നാദബ്രഹ്മം തന്നെയാണ്. അതായത് പ്രണവത്തിന്റെ ധ്വനിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാദബ്രഹ്മ സാക്ഷാത്കാരത്താൽ പ്രകൃതിയുടെ പരയാണ് ജീവൻ എന്ന് പറയുന്നത്. അഥവാ കുണ്ടലിനിയാകുന്ന പരാശക്തിയാണ് ആർക്ക് ഈ പ്രകൃതിയെ പരയെ സ്വാത്മാവിൽ ലയിപ്പിക്കാൻ കഴിയുന്നുവോ അവൻ സാക്ഷാൽ മഹേശ്വരനാകുന്നു. അതാണ് ഇവിടെയും ശ്രമിച്ചാൽ നിരന്തരമായിട്ട് യോഗാഭ്യാസം ചെയ്യുക. അപ്പോൾ ബുദ്ധിയും മനസ്സും എന്നിൽ തന്നെ ഉറച്ചു നിൽക്കും. ഉത്തരഗീത 17ാം ശ്ലോകത്തിൽ മാത്രാരഹിതവും ശബ്ദരഹിതവും ബിന്ദുനാഥ കലകൾക്ക് അതീതവുമായിരിക്കുന്ന നിഷ്കള ബ്രഹ്മത്തെ അഥവാ നാദബ്രഹ്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് തന്നെയാണ് യഥാർത്ഥ വേദം എന്നും അതിനെ അറിഞ്ഞവൻ വേദവിദ്വാനാകുന്നു എന്നും ഭഗവാൻ തന്നെ പറഞ്ഞു. ഇതേ സംഗതികളെ കുറിച്ചുള്ള സൂചന ആകുന്നു ഭഗവത്ഗീതയിൽ 10ാം അധ്യായത്തിൽ വിഭൂതി യോഗത്തിലും 38ാം ശ്ലോകത്തിന്റെ 3-4 വരികളിൽ പറയുന്നു. ദണ്ഡോദമൈതാമസ്യ നേതിരസ്യ ജഗീഷതാം മൗനം ചൈവാസ്മി ഗുഖ്യാനാം ജ്ഞാനവതാമഹം. ഇത് ഭഗവത്ഗീതയിലെ 10ാം അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകമാണ്. അതായത് ഉന്നതരായ ന്യായാധിപന്മാർ വിധിക്കുന്ന ശിക്ഷ ഞാൻ തന്നെയാകുന്നു. വിജയം വെച്ചിക്കുന്നവരുടെ പ്രവർത്തനങ്ങളുടെ തന്ത്രങ്ങളും അടവുകളുമാകുന്ന നീതിശാസ്ത്ര രഹസ്യവും ഞാൻ തന്നെയാകും. രഹസ്യമായവയിൽ അത്യന്തം രഹസ്യമായിരിക്കുന്ന മൗനവും ഞാൻ തന്നെയാകും. തത്വജ്ഞാനികൾ അറിഞ്ഞിരിക്കുന്ന യഥാർത്ഥ ജ്ഞാനവും ഞാൻ തന്നെയാകും. ഇവിടെ രഹസ്യമായ വസ്തുക്കളിൽ അത്യുന്നത രഹസ്യമായിരിക്കുന്ന മൗനം എന്ന് അത് ഭഗവാന്റെ വചനമാകുന്നു. അപ്രകാരം ഉള്ള മൗനത്തെയാണ് രഹസ്യമായ മൗനം മുദ്രയോടുകൂടി യോഗികൾ ഉപാസിക്കുന്നത്. മൗനമുദ്ര കൂടാതെ മൗനോപാസന നാക്ക് മുറിഞ്ഞാൽ സംസാരിക്കുവാൻ കഴിയാത്തതുപോലെ ഫലരഹിതമാണ്. ഉത്തരഗീതയിൽ 19ാമത്തെ ശ്ലോകത്തിൽ പ്രകൃതിയാകുന്ന പരാശക്തിയെ ആത്മാവിൽ പുരുഷനിൽ ലയിപ്പിച്ച് മഹേശ്വരനായി തീരുവാൻ പരമാത്മാവായി തീരുവാൻ ഉപദേശിക്കുന്നു. പ്രകൃതി പുരുഷ ബന്ധങ്ങളെ അല്പം വിശദമായിട്ട് പഠിക്കുന്നത് നന്നാണ്. അതാണ് 13ാമത്തെ അധ്യായത്തിലെ ക്ഷേത്രജ്ഞ വിഭോഗം, അതായത് ശരീരശാസ്ത്രം പറയുമ്പോൾ 19ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് പ്രകൃതിയും പുരുഷൻ ജൈവ വിദ്യാനാദി ഉപമാം വികാരാംശ ഗുണാംശൈവ വിധി പ്രകൃതി സംഭവൻ എന്ന് പറഞ്ഞു. അതായത് പ്രകൃതിയാകുന്ന ശക്തിനും പുരുഷനാകുന്ന ആത്മാവും അനാദിയാകുന്നു. അതായത് ഇവ മറ്റൊരാളാൽ സൃഷ്ടിച്ചിട്ടുള്ളവയെ അല്ല. അതുകൊണ്ട് അവയ്ക്ക് ആദി അഥവാ ജനനം ഇല്ലാത്തതാകുന്നു. വികാരങ്ങളും അഥവാ ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും ഉണ്ടാകുന്ന വികാര വിചാരങ്ങളും സത്വ രജ തമോ ഗുണങ്ങളാകുന്ന ഗുണങ്ങളും പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്നതാകുന്നു. അതായത് ശരീരം, വികാരങ്ങൾ, ഗുണങ്ങൾ ഇവയെല്ലാം പ്രകൃതിജന്യങ്ങളാണ്. അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നർത്ഥം. ഇനി 19ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഉത്തരഗീതയിൽ പറഞ്ഞത് ഗ്രന്ഥം അഭ്യസ്യമേധാവി ജ്ഞാനവിജ്ഞാന തൽപര ഫലാലം ഇവ ധ്യാനാർത്ഥി ത്യജേൽ ഗ്രന്ഥമശേഷത. ബുദ്ധിമാനും ജ്ഞാനവിജ്ഞാനങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നതുമായിരിക്കുന്ന ഉപാസകൻ സ്വാധ്യായം ചെയ്യണം. സ്വാധ്യായം എന്നാൽ അവനവൻ പരിശീലിക്കുന്ന അവരവരുടെ സ്വഭാവം അനുസരിച്ച് ശാസ്ത്രവിഷയത്തിൻ്റെ തത്വങ്ങൾ വ്യക്തമാക്കുന്ന ഉത്തമങ്ങളായിരിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ വായിക്കുകയും ചർച്ച ചെയ്ത് പഠിക്കുകയും പര്യാലോചിക്കുകയും പഠിക്കുന്ന വിഷയത്തിന് തത്വശാസ്ത്രമെന്നും തിയറി അഥവാ പ്രായോഗിക ശാസ്ത്രമെന്നും പ്രാക്ടിക്കൽ 2 വിഭാഗമുണ്ട്. ഗ്രന്ഥം അതായത് തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും അത് പഠിക്കണം. തത്വശാസ്ത്രം പഠിച്ച് അതിനെ പ്രയോഗത്തിൽ കൊണ്ടുവന്ന് അതാതു ഘട്ടങ്ങളിലാകുന്ന ഫലത്തെ സ്വയം അനുഭവിച്ചറിയണം. ഈ പ്രായോഗിക പ്രവർത്തനവും ഫലാനുഭവവും തത്വശാസ്ത്രത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കും. ഫലാനുഭവങ്ങൾ ഇല്ലാത്തവൻ്റെ തത്വശാസ്ത്രം ഏട്ടിലെ ചുര പോലെയാണെന്ന് പറയും. അതായത് കുടത്തിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. കുറേ പുസ്തകം പുഴുവായിട്ട് കുറേ പുസ്തകജ്ഞാനം കൊണ്ട് ശാസ്ത്ര പഠനം നടത്തിക്കൊണ്ടായില്ല.
ആ പഠിച്ചതൊക്കെ പ്രായോഗിക തലത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം നമുക്കതുകൊണ്ടാണ് ഈ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന വിഷയങ്ങൾ ഒരിക്കലും തിയറിറ്റിക്കലായിട്ട് പഠിക്കാൻ പരീക്ഷ എഴുതാൻ പാസ്സാകാൻ സർട്ടിഫിക്കറ്റും കിട്ടും. പക്ഷെ അത് പ്രാക്ടിക്കൽ പ്രയോഗിക്കാൻ സാധിക്കുന്നതല്ല. ഈ പഴയ ചരിത്രമോ ഇല്ലെങ്കിൽ ഭൂമിശാസ്ത്രമോ ഇല്ലെങ്കിൽ എന്താ പറഞ്ഞേ സയൻസിലെ പല കാര്യങ്ങളും അവിദ്യാദി ദോഷങ്ങൾ ഉണ്ടാക്കുന്ന സകല വിഷയങ്ങളും നമുക്കത് തിയറിറ്റിക്കലായിട്ട് പഠിച്ച് പരീക്ഷ പാസ്സാകാൻ പറ്റും. പക്ഷേ അത് ജീവിതത്തിൽ പ്രാക്ടിക്കൽ പ്രയോഗിക്കാൻ സാധ്യമല്ല. അതാണ് ഇവിടെ സാധാരണക്കാർക്ക് പറ്റാത്തത്. അതുകൊണ്ടാണ് ഫലാനുഭവങ്ങളില്ലാത്തവൻ്റെ തത്വശാസ്ത്രം പൊള്ളയായ ചുരയ്ക്ക പോലെയാണെന്നർത്ഥം. അതേപോലെ ഫലാനുഭവത്താൽ സമ്പുഷ്ടമായിരിക്കുന്ന തത്വശാസ്ത്രം പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് പുതിയ വെളിച്ചം രൂപവും നൽകുന്നതായിരിക്കും. ഈ വിധം തത്വശാസ്ത്രവും പ്രായോഗിക ശാസ്ത്രവും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കണം. അങ്ങനെ വേണം അത് പഠിക്കാനും എന്ന് പറയുന്നത്. അതാണ് ഉത്തരഗീതയിൽ 19-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഉപാധി എന്താ? ഈ തത്വശാസ്ത്രമായിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ നമ്മൾ പ്രായോഗിക അവിദ്യാദി ദോഷങ്ങൾ ഉണ്ടാക്കുന്നതായാലും അത് നമ്മളുടെ തിരിച്ചറിവുണ്ടാകണം. അത് പഠിക്കാനും ശാസ്ത്രം സ്വാധ്യായനം ചെയ്യുകയാണെങ്കിലും അത് പ്രായോഗിക തലത്തിൽ എത്തിക്കണമെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ ശരീരമാണ് മാധ്യമം. അതുകൊണ്ടാണ് ഗീതയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയും പുരുഷം ചൈവ വിദ്യാനാദിയും ഉപപാമാവി വികാരാംശ ഗുണാംശൈവ വിധി പ്രകൃതി സംഭവം ശരീരമാദ്യം കലു ധർമ്മസാധനം. ഈ ശരീരമാണ് ഇതിനെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാ. അതിനെ പ്രകൃത്യാ തന്നെ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം അതിനെ ഉപയോഗിക്കാൻ. അപ്പോഴാണ് അത് ശിവമയമായി തീരുന്നതും. അപ്പോൾ അതിനുള്ള ശാസ്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. ശരീരശാസ്ത്രത്തെ പറ്റി ഏറ്റവും ശ്രേഷ്ഠമായിട്ട് 13-ാം അധ്യായത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നത് 100% നമ്മുടെ ശരീരം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും ഉണ്ടാകുന്ന വികാരങ്ങളും സത്വരജ തമസ്സിലായിരിക്കുന്ന ഗുണങ്ങളും ശരീരത്തിലൂടെ പ്രകടമാകുന്ന സ്വഭാവങ്ങളും വികാരങ്ങളും ഇതെല്ലാം പ്രകൃതിജന്യങ്ങളാണ്. അതാണ് സർവപ്രകൃതിയായി ഗുണം എന്ന് ഗീതയിൽ തന്നെ 3-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞത്. ആ പ്രകൃതി ഗുണങ്ങളെ കൊണ്ട് തന്നെ ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കാൻ ആർക്കും സാധ്യമല്ല. യാക്കി കച്ചിക്ഷണമോ ജാതസ്ഥത്തെ കർമ്മ കാര്യദേഹ വശക്കർമ്മ സർവപ്രകൃതി ജൈഗുണ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ശരീരത്തിന്റെ കാര്യകാരണ കർത്തൃത്വത്തെ ഹേതു പ്രകൃതി രുച്ഛതേ പുരുഷ സുഖദുഃഖാന ഭോക്തേത്വ ഹേതുരുച്ഛതേ എന്നുകൂടി 13-ാം അധ്യായത്തിൽ തന്നെ 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ശരീരത്തിന്റെ പെർഫെക്ഷൻ എന്താന്നുള്ളത് ഇതേ അധ്യായത്തിൽ തന്നെ ശരീരശാസ്ത്രം പഠിക്കണം എന്നുള്ളവർക്ക് നമ്മുടെ ശരീരം പ്രകൃതിയിൽ നിന്ന് അതിൻ്റെ സ്വഭാവം എന്താ, ഏതൊക്കെ ഭാവമാണ് ഗുണങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്രധാനമായിട്ട് 13-ാം അധ്യായം പഠിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് അറിയും. അത് പ്രത്യേകിച്ച് അതേപ്പറ്റിയുള്ള ജ്ഞാനം 7-ാമത്തെ ശ്ലോകം തൊട്ട് 11-ാമത്തെ ശ്ലോകം വരെ 5 ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നു. യഥാർത്ഥ ധർമ്മക്ഷേത്രത്തിലൂടെ പ്രകടമാകേണ്ട ദൈവിക സമ്പത്ത്, ദൈവിക ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ശരീരത്തെ പറ്റിയുള്ള ജ്ഞാനം. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പറ്റിയുള്ള അറിവെന്ന് പറയുന്നത് അതാണ് പരിപൂർണ അറിവ്. അത് തിയറിറ്റിക്കലായിട്ട് പുസ്തകത്തിൽ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. 13-ാം അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം തൊട്ട് 11-ാമത്തെ ശ്ലോകം. അത് ഇതിനു മുമ്പ് ഒന്ന് സൂചിപ്പിച്ചു ഭഗവാൻ. ഇവിടെ ഒന്നോടെ നമ്മൾ ഓർക്കണം. അതാണ് ധർമ്മക്ഷേത്രത്തിൻ്റെ യഥാർത്ഥത്തിൽ നമ്മുടെ ആയുരാരോഗ്യത്തോടു കൂടി ഒരു മനുഷ്യ ശരീരം പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഗുണങ്ങളോടുകൂടി വേണം പ്രവർത്തിക്കാൻ. അപ്പോഴാണ് നമുക്ക് അനായാസന ജീവിതം, ഈ ശരീരത്തിൻ്റെ യൂട്ടിലൈസേഷൻ ക്ഷതമില്ലാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ധർമ്മക്ഷേത്രം തന്നിരിക്കുന്നത്. അപ്പോൾ ക്ഷതമില്ലാതെ ഉപയോഗിക്കണമെങ്കിൽ ഈ പെർഫെക്ഷൻ ജീവിതകാലം നിലനിർത്തണം. അത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഗുണങ്ങളാണത്. അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയെ നിഷേധിച്ചുകൊണ്ടോ വികൃതമാക്കിക്കൊണ്ടോ ഒരു മനുഷ്യനും സക്സസ് ആകാൻ സാധ്യമല്ല. അഥവാ അങ്ങനെ പ്രത്യക്ഷമായിട്ടുള്ള ശരീരം പോലും നശിക്കുന്നതാണ്. അതിനെ യഥാവിധി കാത്തു സംരക്ഷിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതെന്നൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യം പറയണം. എന്തൊക്കെ ഭൗതികമായിട്ട് ശരീരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കരുതൽ എന്ന രീതിയിൽ ധനം വരെ കരുതി വെച്ചാൽ പോലും അത് പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് സംഭവിച്ചാൽ അതൊക്കെ നശിച്ചു പോകും, നമുക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. ഇതേപോലെ ശരീരവും അതെ. ജീവൻ ശരീരത്തെ ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കുക. ശരീരം ജനിച്ചാൽ അല്ലെങ്കിൽ ജീവനാണ് ഭൂമിയിൽ വന്ന് അതിന് അന്നമയമായ ശരീരം സ്വീകരിച്ചുകൊണ്ട് ആ ശരീരത്തിന് ക്ഷതമില്ലാതെ എത്ര കാലം നിൽക്കുന്നു അത്രയും കാലം ജീവൻ ശരീരത്തിൽ നിൽക്കുള്ളൂ. അത് പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട് ശരീരം നിൽക്കുന്നത്.
അതുകൊണ്ട് ആ ശരീരം ക്ഷതം കൂടാതെ സംരക്ഷിക്കണമെങ്കിലും പ്രകൃതിയെ തന്നെ ആശ്രയിക്കും. അതുകൊണ്ടാണ് കാര്യകാരണ കർത്തൃത്വ ഹേതു പ്രകൃതിരുച്ചതയെ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വ ഹേതുരുച്ചതയെ എന്ന് പറഞ്ഞത്. ദേഹം, ഇന്ദ്രിയങ്ങൾ, അന്ധകരണങ്ങൾ ഇവയെല്ലാം സൃഷ്ടിക്ക് കാരണം പ്രകൃതിയാകുന്നു. പുരുഷൻ അഥവാ ജീവൻ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതിന് കാരണവുമാകും. പുരുഷ പ്രകൃതിസ്തതോഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസങ്കോശ സദസ്യോജനുബസു. അതിൽ തന്നെ 13-ാമത്തെ അധ്യായത്തിൽ തന്നെ 21-ാമത്തെ, അതായത് 19, 20, 21 ശ്ലോകങ്ങളാണ് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. പുരുഷൻ അഥവാ ജീവൻ പ്രകൃതിജന്യമായിരിക്കുന്ന ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നവനാകുന്നു. അതായത് ജീവൻ ഈ ക്ഷതമില്ലാതിരിക്കുന്ന ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവരാകുന്നു. അതായത് ശരീരത്തിന്റെ നാഥനായിട്ട് തന്നെ നമ്മുടെ ശരീരത്ത് വസിക്കുന്നവനാണ് നമ്മുടെ ഈശ്വരൻ എന്ന് ഉറപ്പിക്കണം. അതുകൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന സുഖദുഃഖാദികളെ ഈ ശരീരത്തിലൂടെ തന്നെ അനുഭവിക്കുന്നു. അത് ഗുണങ്ങളോടുണ്ടാകുന്ന ബന്ധം അനുസരിച്ച് ദേഹനാശത്തിന് ശേഷം ഉത്കൃഷ്ടമോ നികൃഷ്ടവുമായ ദേഹങ്ങളിൽ പുനർജന്മം ഉണ്ടാകുന്നു. ജീവന് സത്വഗുണത്തോടാണ് ബന്ധമുണ്ടാകുന്നതെങ്കിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും തൽഫലമായിട്ട് ഉത്കൃഷ്ട ജന്മം ലഭിക്കുകയും സാത്വിക ജന്മത്തിലേക്ക് പോവുകയും ചെയ്യും. രജോഗുണത്തോടോ തമോ ഗുണത്തോടാണ് കൂടുതൽ ബന്ധമുണ്ടാക്കി വാസനാബലം ഉണ്ടാകുന്നതെങ്കിൽ അതനുസരിച്ചുകൊണ്ട് ക്രൂരകർമ്മങ്ങളോ ദുഷ്ടകർമ്മങ്ങളോ ചെയ്യുന്നതായിരിക്കും. തൽഫലമായിട്ട് കർമ്മ നിലവാരമനുസരിച്ചുള്ള നികൃഷ്ടയോനികളിൽ ജന്മമെടുക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഈ ജന്മം ചെയ്യുന്ന കർമ്മത്തിന്റെ ദോഷങ്ങളാണ് കാർപ്പണ്യദോഷം. ആരോ ഇന്നലെ കാർപ്പണ്യദോഷം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു. കാർപ്പണ്യദോഷോ പകതസ്വഭാവ വൃക്ഷാമിത്താൻ ധർമ്മ സുമൂഢചേത ശ്രേയസ്യ നിശ്ചിത ബ്രോഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാന്താം പ്രപന്നൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അർജുൻ തന്നെ പറയുന്നത് യഥാർത്ഥ മൗഢ്യത്തിന്റെ കാരണം ഭഗവാൻ ചോദിക്കുമ്പോൾ 2-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകത്തിലാണ് ഈ കാർപ്പണ്യദോഷത്തെ പറയുന്നത്. ഈ കാർപ്പണ്യദോഷം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഇതാ ഈ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. അതാണ് പുരുഷൻ അഥവാ ഈ ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ജീവൻ ദേഹത്ത് സ്ഥിതി ചെയ്യുന്നവനാകുന്നു. അതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന സുഖദുഃഖാദികളെ ആ ജീവൻ നിമിത്തമായിക്കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നു എന്നർത്ഥം. അതിന് ഈ പറയുന്ന ഗുണങ്ങളോടോ ദോഷങ്ങളോടോ സുഖത്തിനോടോ ദുഃഖത്തിനോടോ ജീവന് യാതൊരു ബന്ധവും ഉണ്ടാവുന്നതല്ല. അത് കാരണമല്ല ശരിക്കും സുഖവും ദുഃഖവും ഉണ്ടാകുന്നത്. നമ്മുടെ പ്രകൃതിയുള്ള സ്വഭാവത്താലാണ് സുഖവും ദുഃഖവും ഉണ്ടാകുന്നത്, സ്വഭാവത്തിൽ. അപ്പൊ നമുക്ക് ഗുണകരമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇഷ്ടമുള്ളത് സംഭവിച്ചാൽ നമുക്ക് സുഖം. ഇനി ഇഷ്ടമുള്ളത് സംഭവിച്ചിട്ട് അത് നഷ്ടപ്പെട്ടാൽ ദുഃഖം. ഇത് നമുക്ക് ശരീരത്തിലൂടെ അനുഭവയോഗ്യമാകുന്നു. ഈ അനുഭവങ്ങളൊന്നും സുഖവും ദുഃഖവും ഒന്നും ജീവനെ ബാധിക്കില്ല, ജീവന്റെ പ്രൊഡക്ഷനുമല്ല. അപ്പം ഈ ഇതിൽ നിന്നാണ് കാർപ്പണ്യദോഷം ഉണ്ടാകുക. അപ്പം അതനുസരിച്ച് ഈ ഗുണങ്ങളെ അനുസരിച്ചുകൊണ്ട് അഥവാ ദോഷങ്ങളെ അനുസരിച്ചു ദേഹനാശത്തിന് ശേഷം ഉത്കൃഷ്ടമോ നീചമോ ആയിട്ടുള്ള ദേഹങ്ങളിൽ പുനർജന്മം ഉണ്ടാകും. അപ്പൊ ജീവന് സത്വഗുണത്തോടാണ് ബന്ധമെങ്കിൽ പുണ്യകർമ്മങ്ങൾ ചെയ്ത നല്ല സ്വഭാവത്തോടുകൂടി ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ ഈ സാത്വിക ബുദ്ധിയോടുകൂടി തന്നെ അവൻ ജനിക്കും. ഇനി അഥവല്ല ദോഷം രജോ ഗുണത്താലോ തമോ ഗുണത്തോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റും വാസനാബലവും പ്രബലമാക്കി ഉണ്ടാക്കിക്കൊണ്ട് ആ ശരീരം ത്യജിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ദോഷങ്ങളായിരിക്കും ബന്ധമുണ്ടാകുന്നതെങ്കിൽ അതനുസരിച്ച് ക്രൂരകർമ്മങ്ങളോ ഇല്ല ദുഷ്ടകർമ്മങ്ങളോ, അതായത് ദോഷങ്ങളെ സംഘദോഷം കൊണ്ടും സമ്പദോഷങ്ങളും ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യും. അതനുസരിച്ച് ഉണ്ടായിരിക്കും നീചമായ ജന്മം എന്ന് പറഞ്ഞ അടുത്ത ജന്മത്തിലേക്ക് ഈ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ തക്കമുള്ള സ്വഭാവത്തോടു കൂടി ജനിക്കും. ഇതാണ് കാർപ്പണ്യദോഷം. പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മം ചെയ്തതിൻ്റെ ഉള്ള ദോഷഫലങ്ങൾ അനുഭവിക്കാൻ തക്കവണ്ണമുള്ള സ്വഭാവത്തോടു കൂടി വന്ന് ജനിക്കും. അപ്പം അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചിലര് അവര് ഈ ആരെയോ നിർബന്ധിച്ചിട്ട് പോലെ ക്രൂരകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കാണാമല്ലോ. എത്രയൊക്കെ പോലീസും പട്ടാളവും ജനങ്ങളും സജ്ജനങ്ങളും ഒക്കെ ശ്രമിച്ചാലും അവരെ തിരുത്താൻ സാധ്യമല്ല. ഇതാണ് കാർപ്പണ്യദോഷം എന്ന് പറയുന്നത്. പിന്നെ ഗുണദോഷങ്ങളെ തിരിച്ചറിയാതെ പ്രവർത്തിക്കും. അതാണ് അർജുനൻ പറഞ്ഞത്, കാർപ്പണ്യദോഷോ പകത സ്വഭാവം. എൻ്റെ ഈ ജന്മത്തിൽ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള സ്വഭാവം പൂർവ്വജന്മാർജിതമാണ്. അത് പൂർവ്വജന്മാർജിതമായ കർമ്മദോഷങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ നമുക്ക് ഗുണദോഷങ്ങളെ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത്. മനുഷ്യന് ഈ കഴിവ് കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിലും
നമ്മളത് എല്ലാ കാലത്തും വേണ്ടവണ്ണം ഉപയോഗിക്കണം. ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നമ്മുടെ ചിന്തയിലും ഗുണവും ദോഷവും ഉണ്ട്, നമ്മുടെ വാക്കുകളിലുണ്ട്, നമ്മുടെ പ്രവൃത്തികളുണ്ട്. ഇത് വേണ്ടവണ്ണം ഉപയോഗിച്ച് സാത്വിക ബുദ്ധി കൊണ്ട് അത് തിരിച്ചറിയാൻ സാധിക്കും. രജോ ഗുണത്താലോ തമോ ഗുണത്താലോ ആണെങ്കിൽ അതുകൊണ്ട് കാർപ്പണ്യ ദോഷം ഉണ്ടാകും. ദോഷമുണ്ടായാൽ അതനുസരിച്ചുകൊണ്ട് പിന്നീട് അടുത്ത ജന്മത്തിൽ വരുമ്പോൾ നമുക്ക് ഈ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തി ഇല്ലാതെ ആയിരിക്കും വരിക. അങ്ങനെ വരുമ്പോഴാണ് ഭഗത സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സ്വഭാവം കൊണ്ട് എനിക്ക് ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് അർജുനന് തന്നെ തിരിച്ചറിഞ്ഞത് തന്നെ ഏറ്റവും വലിയൊരു ദൈവാധീനം. നമുക്ക് ഗുണദോഷങ്ങളെ അറിയുന്നില്ല എന്ന ഒരവസ്ഥ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് പ്ലസ് പോയിന്റ്. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈശ്വരനെ തന്നെ ശരണം ഭാവിക്കുക. ഇല്ലെങ്കിൽ ഈശ്വര തുല്യരായിരിക്കുന്ന തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിച്ചാൽ അവിടെ ദേവി മഹാത്മ്യമൊക്കെ വായിക്കുമ്പോൾ അറിയാമല്ലോ, ഒരു രാജാവും ഒരു വൈശ്യനും തനിക്ക് ഉണ്ടായിരുന്ന എല്ലാ പദവിയും രാജ്യപദവിയും എല്ലാം നഷ്ടപ്പെട്ടിട്ട് രണ്ടുപേരും ഒരേ അവസ്ഥയിലാണ് വന്ന് കാട്ടിൽപ്പെടുന്നത്. അപ്പം സുമേധസ് മഹർഷിയുടെ അടുത്തേക്ക് ഇവർ തെഞ്ചെന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. ഒരു രാജാവിന് കിട്ടിയ രാജ്യവും സകലതും തന്നെ ഉള്ള കൂടെയുള്ളവര് ചതിച്ചിട്ട് അതെല്ലാം കൈക്കലാക്കി. വൈശ്യനും തൻ്റെ സമ്പത്ത് മുഴുവൻ തൻ്റെ മക്കളും ബന്ധുക്കളും ചേർന്നിട്ട് ദേഹത്തെ ചതിച്ച് പുറത്താക്കി, ഉള്ള സ്വത്ത് മുഴുവൻ കൈയടക്കിയിട്ട്. അപ്പൊ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം രജോ ഗുണത്തിനും തമോ ഗുണത്തിനും അടിമയായിക്കൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് കിട്ടിയതൊക്കെ നഷ്ടപ്പെട്ടു. അപ്പം ദുഃഖം അനുഭവിക്കാൻ ഇടവന്നു. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ ഇതെന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് ഈ ദുഃഖം വന്നു എന്നുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട്, അതുകൊണ്ടാണ് സുവേദസ് മഹർഷിയുടെ മുമ്പിൽ ചെന്ന് ശരണം പ്രാപിക്കുന്നത്. അപ്പോൾ അവര് നമുക്ക് സാധിക്കുന്നില്ല എന്ന് ഉറപ്പിക്കണം. ചില കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും സമ്മതിക്കില്ല. ഇതെൻ്റെ ദോഷം കൊണ്ടാണ് ഇത് നഷ്ടപ്പെട്ടത്, എൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണെന്ന് ഒരിക്കലും സമ്മതിക്കാതെ തമോ ഗുണത്തിനും രജോ ഗുണത്തിനും അതിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ അഹങ്കാരികളായിട്ട് തനിക്ക് പറ്റിയ ദോഷങ്ങളും ദുഃഖങ്ങളും ഒന്നും സമ്മതിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കും, എനിക്കങ്ങനെ സംഭവിച്ചില്ല, ഞാൻ എൻ്റെ ദോഷം കൊണ്ടല്ല, എൻ്റെ കൂടെയുള്ളവരെ ചതിച്ച് മറ്റുള്ളവരെ ചതിചേരാൻ. നമ്മളൊരാളെ കൂടെ നടന്നിട്ട് അവര് നമ്മളെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റിക്കാൻ നമ്മൾ അവസരം കൊടുക്കും. നമുക്ക് പറ്റിയെന്ന് ഒരിക്കലും പറയില്ല. നമ്മളെ പറ്റിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മൾ അലോട്ടല്ലാത്തത് കൊണ്ട്. അവര് നമ്മളെ പറ്റിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് നമ്മുടെ കയ്യിലുള്ളത് പോയത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഏറ്റവും വലിയ ഗുണദോഷങ്ങളെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും വിധത്തിൽ ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിച്ചാലേ നമുക്ക് ഉദാഹരണം ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും. അത് സമ്മതിക്കുകയും വേണ്ടു. ഇല്ലെങ്കിൽ പിന്നെ അത് തന്നെ ന്യായീകരിച്ചുകൊണ്ട് എനിക്ക് പറ്റിയത് അതുകൊണ്ടാന്ന് ന്യായീകരിച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും അതേ തെറ്റ് നമ്മൾ ആവർത്തിക്കാനിട വരും. ഈ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഇതാ, ദുരഭിമാനം. നമുക്ക് തെറ്റ് സംഭവിച്ചാൽ ഒരിക്കലും സമ്മതിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദോഷമാണ്. നമ്മൾ അതൊക്കെയാണ് കാർപ്പണ്യ ദോഷം എന്ന് പറയുന്നത്. അപ്പൊ അത് ആ പ്രബലമായ ആ ദോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ ജന്മത്തിൽ മരിക്കുന്നതെങ്കിൽ അടുത്ത ജന്മത്തിൽ നമ്മുടെ സ്വഭാവം ഇതേ സ്വഭാവത്താലായിരിക്കും വരിക, അതിന്റെ ക്യാരി ഫോർവേഡിലായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് നമുക്ക് പുതിയ ജന്മം കിട്ടിയാലും ഈ ഗുണദോഷങ്ങളെ ധർമാധർമ്മങ്ങളെ വേണ്ടതും തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്ന സ്വഭാവം ഉണ്ടായാൽ അതാണ് കാർപ്പണ്യ ദോഷം എന്ന് പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ കർമ്മഫലങ്ങളാണ് നമ്മൾ ഈ ജന്മത്തെ അനുഭവിക്കുക. ആ അനുഭവിക്കാനുള്ള വാസനാബലം പൂർവജന്മാർജിതമാണ്. അതും കൊണ്ടാണ് ഗുണദോഷങ്ങളെ തിരിച്ചറിയാതെ വീണ്ടും പ്രവർത്തിക്കും, സ്വഭാവത്തെ തിരിച്ചറിയില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ ഇടവരും. എന്നാൽ അർജുനെ പോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് ശ്രേയസ് വേണം, പ്രേയസല്ല വേണ്ടത് എന്നുറപ്പിച്ചിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കാൻ ഇതുപോലെ തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിച്ചാലും ഈശ്വര തുല്യരാണ് അങ്ങനെയുള്ള മഹാത്മകൾ. ഇപ്പൊ ഈ വൈശ്യനും രാജാവും ശരിക്ക് പോയി ശരണം പ്രാപിച്ച് തത്വദർശിയായ ഗുരുവിനെ തന്നെയാണ്.
ദേവി മഹാത്മ്യത്തിന്റെ മഹത്വം അതിൽ നിന്നാണ് വെളിപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് പൂർവജന്മാർജിതമായ പ്രകൃതിജന്യമായിരിക്കുന്ന ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നവനാകുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തിനുണ്ടാകുന്ന സുഖദുഃഖങ്ങളെ ആ ശരീരത്തിലൂടെ അനുഭവിക്കാനിട വന്നു. അതിന് ചേതന അല്ലേ കാരണം. ഈ പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ജീവനാണെങ്കിലും അതിനൊരിക്കലും ഈ നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളോ ഇല്ലെങ്കിൽ നമ്മുടെ വാസനാബലം കൊണ്ട് പൂർവജന്മാർജിതമായ കർമ്മദോഷങ്ങളെ കൊണ്ട് നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് സുഖദുഃഖങ്ങൾ വരുന്നത്. അത് അനുഭവിക്കുന്ന ശരീരത്തിലൂടെയാണ്. പക്ഷെ അതിന് പ്രേരണ നൽകുന്ന ജീവനാണെങ്കിലും ജീവൻ ഒരിക്കലും സംശുദ്ധമായിട്ട് നിൽക്കും. ഇതൊന്നും ജീവനെ ബാധിക്കുന്നതല്ല. ആത്മസംശുദ്ധമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, സംശുദ്ധമായിട്ട് തന്നെ നിൽക്കും. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പൊ പുണ്യകർമ്മങ്ങൾ ചെയ്യും തൽഫലമായിട്ട് ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ സാത്വിക സ്വഭാവത്തോടുകൂടി ഈ ജന്മത്തിൽ നമ്മൾ ജീവിച്ചാൽ അടുത്ത ജന്മത്തിൽ അതനുസരിച്ചുള്ള ശ്രേഷ്ഠമായ ജന്മം തന്നെ കിട്ടും. ഒരിക്കലും അതപ്പതിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും നശിച്ചു പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംഘദോഷവും സമ്പർക്കദോഷവും ഉണ്ടാക്കിയിട്ട് ഈ തരത്തിൽ എന്തെങ്കിലും പുണ്യകർമ്മങ്ങളുടെ പിന്നാലെ പോവുകയോ ഇല്ലെങ്കിൽ പാപകർമ്മങ്ങളുടെ പിന്നാലെ പോയോ രജോ ഗുണവും തമോ ഗുണത്തിന് അടിമപ്പെടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കാം, ഈ വേരിയേഷൻ സംഭവിക്കാം. അതിനടിമപ്പെട്ടാലും അതിൻ്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞ് വീണ്ടും ഈ സാത്വികമായിട്ട് എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ അതേ റൂട്ടിലേക്ക് തന്നെ നമ്മുടെ സ്വഭാവം തിരിച്ചു വരും. സാത്വിക സ്വഭാവത്താൽ നേടുന്ന കാര്യങ്ങൾക്ക് ശ്രേയസ്സുള്ളൂ. രജോ ഗുണത്തിനും തമോ ഗുണത്തിനും അടിമപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്താലും അത് ദോഷത്തെ ആയിരിക്കും അനുഭവിക്കേണ്ടി വരിക. അപ്പം സുഖദുഃഖങ്ങളൊക്കെ ബന്ധിക്കാനിടവരും. തൽഫലമായിട്ട് കർമ്മ നിലവാരം അനുസരിച്ചുള്ള നികൃഷ്ടമായ യോനികൾ ജന്മം എടുക്കുകയും ചെയ്യും എന്ന് ഗീതയിൽ തന്നെ 13-ാം അധ്യായത്തില് 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇനി അതേ 13-ാമത്തെ 22-ാമത്തെ ശ്ലോകത്തിൽ ഒന്നോടെ അത് ഉപോത്ബലമാക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഉപദൃഷ്ട അനുമന്താച ഭക്ത ഭോക്താ മഹേശ്വര പരമാത്മോതി ചാപ്യുക്തോ ദേഹേ അസ്മിൻ പുരുഷപര. ഇത് 13-ാം അധ്യായത്തില് 22-ാമത്തെ ശ്ലോകമാണ്. അതായത് 21-ാമത്തെ ശ്ലോകത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. 3 ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള പ്രകൃതി ഗുണഭോക്താവായിട്ട് ഉന്നത യോനിയിലോ നീചയോനിയിലോ പുനർജന്മം പ്രാപിക്കേണ്ട പുരുഷൻ തന്നെ യോഗ പരിശീലനത്താൽ പ്രകൃതിയെ ജയിക്കുന്നതാകുന്നു. പുരുഷന് പ്രകൃതി ജയത്തിന് അനുസരിച്ചുകൊണ്ട് വിവിധ നിലവാരത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഗുണഭോക്താവായിരിക്കുന്ന പുരുഷൻ തന്നെ യജ്ഞത്തിലെ യജമാൻ എന്ന പോലെ ദേഹേന്ദ്രിയാദികളെ ഭരിക്കുന്നവനാകുന്നു. അനുമന്താവായിട്ട് ഇല്ലെങ്കിൽ അനുവാദം കൊടുക്കുന്നവനായിട്ട് പ്രവർത്തനങ്ങളെ അനുമോദിക്കുകയും ചെയ്യും. ഉപദേഷ്ടാവിനെ പോലെ മാറി നിന്ന് എല്ലാം വീക്ഷിക്കുകയും സദ്മാർഗത്തെ കാണിച്ചു തരികയും ഒന്നും ചെയ്യുന്നില്ല എന്ന ഭാവത്തിൽ വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ എല്ലാത്തിനും സാക്ഷിയുമാണ്. അതിനൊരു ഉപരി പ്രകൃതിയാകുന്ന ശക്തിയെ തന്നിൽ പൂർണ്ണമായിട്ട് ലയിപ്പിക്കുവാൻ പുരുഷൻ മഹേശ്വരനായിട്ട് ഭവിക്കുകയും ചെയ്യും. അദ്ദേഹം ശ്രീ പരമാത്മാവ് തന്നെയാകുന്നു. അപ്പൊ അതുകൊണ്ട് ഈ മുൻ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രകൃതി ഗുണഭോക്താവായിക്കൊണ്ട് ഉന്നത യോനിയിലോ നീച യോനിയിലോ പുനർജന്മം പ്രാപിക്കേണ്ട പുരുഷൻ തന്നെ യോഗ പരിശീലനത്താൽ പ്രകൃതിയെ ജയിക്കുന്നതാകും. അതായത് ഈ വക കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ പൂർവ്വജന്മത്തിലൊന്നും ഇത് പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ഒന്നും ആദ്യമായിട്ടാണ് ഇത് പഠിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പം എന്തോ കേട്ടിട്ടുള്ളത് പോലെയോ ഇല്ലെങ്കിൽ ശരിയാണെന്നോ ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൂർവ്വജന്മത്തിലും ഇതേ മാർഗത്തിൽ ചരിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയതാണെന്ന് മനസ്സിലാക്കുക. ഇനി ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിലും വേണ്ടില്ല, ഈ സാത്വിക ഭാവത്തെ യോഗ പരിശീലനം, ഈ പറയുന്ന യോഗ പരിശീലനം എന്ന് പറഞ്ഞാൽ ജ്ഞാനയോഗമാകാം, ഭക്തിയോഗമാകാം, കർമ്മയോഗമാകാം. ഇതിലേത് മാർഗം സ്വീകരിച്ചാലും വേണ്ടില്ല, പ്രകൃതിയെ ജയിക്കും. ഇതാണ് ഭഗവാൻ തരുന്ന ഏറ്റവും തുറന്ന വാതിലാണ്. നമ്മൾ നരകത്തിലേക്ക് പോകണമെങ്കിലും 3 വാതിലാണ്, നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെങ്കിലും 3 വാതിലാണ്. അത് ജ്ഞാനമാർഗം സ്വീകരിക്കാം, ഇല്ല യോഗമാർഗം സ്വീകരിക്കാം, ഇല്ല ഭക്തിമാർഗം സ്വീകരിക്കാം. നരകത്തിലേക്കും കാമക്രോധലോഭ ഈ 3 വാതിലുകളാണ് തുറന്നിട്ടിരിക്കുന്നത്. ഇത് ഏതാ വേണ്ടതെന്നുള്ളത്, ഈ കാമക്രോധലോഭത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജന്മങ്ങളിൽ നിന്ന് ജന്മങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അത് നരകത്തിൽ നിന്ന് നരകത്തിലേക്കായിരിക്കും പോവുക, നീചജന്മത്തിലേക്കായിരിക്കും പോവുക. അതേസമയം
ഈ ഭക്തിയോഗ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാലോ, അതിൽ ഉത്കൃഷ്ടമായ ജന്മങ്ങളിലേക്ക് പോവും. അവസാനം വരെ പ്രകൃതിയുടെ ആ തത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ പുരുഷനിലേക്ക് ചേരുകയും ചെയ്യും. പുരുഷൻ പ്രകൃതി ജയിക്കുന്നത് അനുസരിച്ചുകൊണ്ട് വിവിധ നിലവാരത്തിൽ ഉയർച്ച ഉണ്ടാക്കുന്നതാണ്. ഗുണഭോക്താവായിരിക്കുന്ന പുരുഷൻ തന്നെ ജയത്തിലെ യജമാൻ എന്ന പോലെ ദേഹേന്ദ്രിയങ്ങളെ ഭരിക്കുന്നവനായിട്ട് മാറും. അത് അനുമന്താവായിട്ട് പ്രവർത്തനങ്ങളെ അനുമോദിക്കുകയും ചെയ്യും. നമ്മൾ നല്ല മാർഗത്തിൽ സഞ്ചരിച്ചാൽ നമ്മൾ പോലും അറിയാതെ ഭഗവാൻ നമ്മളെ അനുമോദിക്കുമ്പോഴാണ് ഭഗവാൻ പ്രസാദിക്കുക എന്നർത്ഥം. നമ്മുടെ സ്വഭാവം, നമ്മുടെ കുട്ടികളായാലും നല്ല കാര്യം എന്തെങ്കിലും ചെയ്താൽ അവരെ അനുമോദിക്കാറില്ല. നമുക്കിഷ്ടപ്പെടാത്ത കാര്യമാണ് അവരിൽ സക്സസ് ആയെങ്കിൽ അതിൽ എന്തിനാ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുക. നമ്മളിൽ ഏതെങ്കിലും വിധത്തിൽ കുട്ടികളായിക്കോട്ടെ, ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഗുണങ്ങൾ ഉയർന്ന നിലയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, പ്രകടമാക്കിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അവരെ അനുമോദിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഈശ്വരൻ എപ്പോഴും അങ്ങനെ, ഈശ്വരൻ പറയുന്ന കേട്ട് അല്പമെങ്കിലും ചെയ്യുന്നവരെ ഭഗവാൻ നമുക്ക് പ്രത്യക്ഷമല്ലെങ്കിൽ അവ്യക്തമായ രൂപത്തിൽ അനുമോദിക്കും. അതുകൊണ്ടാണ് അനുമന്താവായിട്ട് അനുമോദിക്കുന്നവനായിട്ട് നിൽക്കും. അനുബന്ധമായിട്ട് പ്രവർത്തനങ്ങളെ അനുമോദിക്കുന്നതിനായിട്ട് ഉപദേഷ്ടാവിനേക്കാളും മാറി നിന്നെല്ലാം സാക്ഷി രൂപത്തിൽ വീക്ഷിക്കുകയും ചെയ്യും. ആവശ്യമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മാർഗദർശനത്തിന് ഗുരുക്കന്മാരെ നമ്മുടെ മുമ്പിലേക്ക് വിടുകയും ചെയ്യും. ഇങ്ങനെ ഉപദേഷ്ടാവിനെ പോലെ അശരീരിയായിട്ടും സ്വപ്ന രൂപത്തിലുമൊക്കെ നമുക്ക് മനസാക്ഷി രൂപത്തിലുമൊക്കെ മാർഗദർശനം നൽകും. എന്നാൽ ഫലത്തിൽ ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല, ഭാവത്തിൽ വർത്തിക്കുകയും ചെയ്യും. എന്നാൽ എല്ലാത്തിനും സാക്ഷിയുമാണ്. അപ്പോൾ അതിനുപരി പ്രകൃതിയാകുന്ന ശക്തിയെ തന്നിൽ തന്നെ പൂർണ്ണമായിട്ട് ലയിപ്പിക്കുന്ന പുരുഷൻ മഹേശ്വരനായി ഭവിക്കും. ഈ പ്രകൃതിയാ കിട്ടിയിരിക്കുന്ന ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ശക്തികളെയൊക്കെ പുരുഷനിലേക്ക് തന്നെ ലയിപ്പിച്ചാൽ അവൻ ശിവമയനായിത്തീരും, ശിവമായി. അത് ചെയ്യാത്തവനോ ശവമയമായിത്തീരും. അതാണ് വ്യത്യാസം. അദ്ദേഹം ഈ പരമാത്മാവ് തന്നെയാകുന്നു. ഇതെല്ലാം ഭഗവാന്റെ തന്നെ ലീലകളാകുന്നു എന്നർത്ഥം. ഇനി 13-ാം അധ്യായത്തിൽ തന്നെയാണ് ഇവിടെ വ്യാഖ്യാതാവ് പോലും ഉറച്ചു നിൽക്കുന്നത്. കാരണം നമ്മുടെ ശരീരമാണ് ഇതിനൊക്കെ. നമ്മൾ ഉയർന്ന ജന്മത്തിലേക്ക് പോകണോ ഇല്ലെങ്കിൽ അധോ ജന്മത്തിലേക്ക് പോകേണ്ടോ, നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരമാണ് നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ശരീരമാധ്യം ഖലു ധർമ്മസാധനം എന്ന് പറഞ്ഞാൽ നീചമായ ജന്മത്തിലേക്ക് പോകണമെങ്കിലും ഉയർന്ന ജന്മത്തിലേക്ക് പോകണമെങ്കിലും ഈ ശരീരമാണ് മാധ്യമം. ഏവം വേത്തി പുരുഷ പ്രകൃതിയും ച ഗുണൈസഹ സർവദാ വർത്തമാനോ അപി നാസഭൂയോ അഭിജായതേ. ഇപ്രകാരം ദേഹേന്ദ്രിയ വികാരങ്ങളോടും, ഇതും 13-ാം അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകമാണ്. വികാരങ്ങളോടും ഗുണങ്ങളോടും കൂടിയ പ്രകൃതിയെ പൂർണ്ണമായിട്ട് പുരുഷനിൽ ലയിപ്പിക്കുന്ന വിദ്യയെയും പഠിച്ചിട്ടുള്ളവൻ സർവബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിതനാകും. അതുകൊണ്ട് അദ്ദേഹം എവിടെ വെച്ച് എങ്ങനെ ദേഹത്യാഗം ചെയ്താലും എല്ലാ മഹാസമാധിയെ പ്രാപിക്കുന്നതിനാൽ പിന്നീട് ജനിക്കുന്നില്ല, മഹേശ്വരനായിട്ട് ഭവിക്കുന്നു. അപ്പോൾ ഉത്തരഗീതയിലെ 1-ാം അധ്യായത്തിൽ തന്നെ 32-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ ബന്ധത്തെയാണ്. എന്താണ് 32-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്? 31-32 ആധ്യാത്മജ്ഞാന നിത്യത്വം തത്വ. 32-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഉത്തരഗീതയിലെ 31, ഗീതയിലെ 32 അല്ല, ഉത്തരഗീതയിലെ 31. അതെന്താ പറയുന്ന? ഊർധ്വശൂന്യം അധശൂന്യം മധ്യശൂന്യം യഥാത്മകം സർവശൂന്യം സ ആത്മേതി സമാധിസ്ഥസ്യ ലക്ഷണം. ധ്യാനനിരതനായിരിക്കുന്ന ഉപാസകൻ ഊർധ്വലോകങ്ങൾ അഥവാ സ്വർഗലോകം ശൂന്യമാക്കണം. അവിടെ യാതൊന്നും ഉണ്ടാകുവാൻ പാടില്ല. സ്വർഗലോകം തന്നെ ഇല്ലാതാവണം. അവന് അധോലോകമായ പാതാളവും അഥവാ ഭൂലോകവും ശൂന്യമാകണം. മധ്യലോകമാകുന്ന അന്തരീക്ഷം അഥവാ ഭൂവർലോകം, 3 ലോകങ്ങളും ഒന്നായിത്തീരുന്ന അവസ്ഥയിലേക്ക്. 3 ലോകങ്ങളെ സൃഷ്ടിച്ചതാരാ? ഭഗവാൻ 3 ലോകങ്ങളെയും 3 അടി കൊണ്ട് തന്നെ അളന്നെടുത്തു. വാമനാവതാരത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പം ഈശ്വരനായി കഴിഞ്ഞാൽ പിന്നെ ഈ വ്യത്യസ്തമായ ലോകങ്ങൾക്കും അധിപനായിരിക്കുന്ന ആൾക്ക് പിന്നെ ഈ ലോകങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുണ്ടോ?
അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ശൂന്യമായിട്ട് ആ ബോധം മാത്രം, ഞാൻ എന്ന ബോധത്തിൽ നിന്നാണ് ഇതൊക്കെ മൂന്ന് ലോകങ്ങളും സൃഷ്ടിക്കുന്നതും വിവിധ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറുന്നതും. ആ ബുദ്ധിയും പ്രചോദനവും അവന് എല്ലാം തന്നെ സചേതനമായിരിക്കുന്നതെല്ലാം അചേതനമായിട്ട് മാറുന്ന അവസ്ഥയിലും നിർഗുണാവസ്ഥയിലും ആ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയ്ക്കാണ് ഇവിടെ പ്രാധാന്യം എന്നർത്ഥം. അപ്പൊ 23-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നതും ഈ ദേഹബോധത്തെ വിട്ട് ദേഹിബോധത്തിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന സർവശൂന്യമായിട്ട് മാറും. ആ സത്യശുദ്ധ വസ്തു എന്താണോ ആ ഞാനെന്ന ബോധം മാത്രമേ ബാക്കിയുണ്ടാകുള്ളൂ. അതിൽ നിന്നാണ് പലതാകുന്നതും പല ഭാവങ്ങൾ പ്രകടമാക്കുന്നതും ഈ സുഖദുഃഖങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നതും ആ ചൈതന്യവത്തായ ഒരു ശക്തിയിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് ദേഹേന്ദ്രിയ വികാരങ്ങളും ഗുണങ്ങളോടും കൂടിയ പ്രകൃതിയെ പൂർണ്ണമായിട്ട് പുരുഷനിൽ ലയിക്കുകയും വിദ്യയും വിൽപ്പിക്കാനുള്ള വിദ്യയും പഠിച്ചിട്ടുള്ളവൻ സർവബന്ധനങ്ങളിൽ നിന്നും മോചിതനാകും. ഇതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം എവിടെ വെച്ച് എങ്ങനെ ദേഹത്യാഗം ചെയ്താലും വേണ്ട, അവൻ മഹാസമാധിയെ പ്രാപിക്കും. അതാണ് സമാധിസ്യ ലക്ഷണമെന്ന് 32-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പൊ ഇവയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. പിന്നെ ഈ സംഗതികളെ ഗീത എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കാം. അതാണ് 15-ാം അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമാപോഹനം ച വേദൈശ സർവൈരഘമേവ വിദ്യോ വേദാന്തകൃത്തേവ വിദേവ ചാഹം. ഗീതയുടെ എസൻസ് എന്നറിയപ്പെടുന്നതാണ് 15-ാം അധ്യായം പുരുഷോത്തമ യോഗം. ഞാൻ സർവ പ്രാണികളുടെയും ഹൃദയത്തിൽ അന്തർയാമിയായി സ്ഥിതി ചെയ്യും. ജീവികൾക്ക് ഓർമ്മയും അറിവും മറവിയും എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. അറിവും ഓർമ്മയും ആവശ്യമായി ഉള്ളതുപോലെ മറവിയും ആവശ്യമാകുന്നു. മറവിയാൽ മനസ്സിന്റെ ഭാരം കുറയും. മറവി രക്ഷാഹേതു കൂടിയാകുന്നു. സകല വേദങ്ങളും അഥവാ ശാസ്ത്രങ്ങളാലും അറിയപ്പെടേണ്ടവൻ ഞാനാകുന്നു. വേദാദികളുടെ അന്തസാരവും ഞാൻ ആകുന്നു. വേദം എന്തെന്ന് ശരിക്ക് അറിയുന്നവനും ഞാൻ തന്നെയാകുന്നു. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഭൗതിക വിഷയത്തിലായിക്കോട്ടെ, നമ്മുടെ ഇഷ്ടഭോഗങ്ങളെ കുറിച്ചുള്ളതായിക്കോട്ടെ, നമുക്ക് ഓർമ്മയോ അതിനെപ്പറ്റിയുള്ള അറിവോ സ്ഥലകാല ബോധം ഉണ്ടാകുക എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്. ഇനി എന്തെങ്കിലും മറന്നു പോകുന്നുണ്ടെങ്കിലോ അതും നമ്മുടെ ഉള്ളിൽ ഭഗവാൻ തന്നെ ഇരുന്നു കൊണ്ടാണ്. ഈ എല്ലാ ജീവജാലങ്ങളിലും ഈ 3 തരത്തിലുള്ള പ്രോസസ്സ് ഉണ്ടെന്നർത്ഥം. ഈ മറവിയും അത്യന്താപേക്ഷിതമാണെന്നർത്ഥം. കാരണം നമ്മൾ ഈ ഭൗതിക വിഷയങ്ങളിൽ രമിച്ച് നടക്കുന്നത് അത് മറക്കണം. ഭൗതിക വിഷയങ്ങളെ തന്നെ മറക്കണം. എങ്കിലേ നമുക്ക് ദേഹത്തെ പോലും മറക്കണം. എങ്കിൽ അതിനെ ദേഹിയെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് മറക്കുക എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണെന്നർത്ഥം. അതേപോലെ ഓർമ്മയും വേണം. പൂർവ്വജന്മത്തിലോ ഈ ജന്മത്തിലോ സാത്വികമായിട്ട് അറിവ് നേടിയിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മ വരണമല്ലോ. ഓർമ്മ വരും നമുക്ക്. അപ്പം നമ്മൾ ഈ പറയുന്നത് ഈ ആധ്യാത്മിക മാർഗത്തിൽ ശരിക്കുമ്പോൾ ഭാഗവതത്തിൽ പറഞ്ഞാലും ഇല്ല ഗീതയിൽ പറഞ്ഞാലും മട്ടുപുരാണങ്ങളിൽ പറഞ്ഞാലും ആരെങ്കിലും സത്സംഗത്തിൽ പ്രഭാഷണം നടത്തുമ്പോൾ കേട്ടാലും വേണ്ടില്ല, ഇത് നമുക്ക് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അതിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പൂർവ്വജന്മാർജിതമായിട്ട് കുറച്ചൊക്കെ ഇതേപ്പറ്റി ജ്ഞാനം മറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കും. അതാണ് നമുക്ക് പെട്ടെന്ന് ക്ലിക്കാകാൻ കാരണം. ഇല്ലെങ്കിൽ ശരിയാണെന്ന് സമ്മതിക്കില്ല. പക്ഷെ ഇത് നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല. നമുക്ക് ചില കാര്യങ്ങളൊക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ ഓർമ്മിപ്പിച്ചൊക്കെ തരുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് ഈ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് മറന്നുപോകും. ആ മറന്ന കാര്യം വീണ്ടും ഓർക്കാൻ സാധിക്കും. നമ്മൾ ഭൗതിക തലത്തിൽ ഈ ശരീരം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന 3 മാർഗങ്ങളിൽ യോഗമാർഗം സ്വീകരിച്ചാൽ, 3ഉം യോഗമാർഗമാണ്. കർമ്മയോഗമായാലും ഭക്തിയോഗമായാലും ജ്ഞാനയോഗമായാലും യോഗം തന്നെയാണ്. അപ്രാപ്യസ്യ പ്രാപ്യതേതി യോഗം. അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ ശരീരം മാധ്യമമായിരിക്കുന്ന ശരീരം കൊണ്ട് ഉപയോഗിച്ചാൽ നമ്മൾ എത്തുന്ന ഒരേ ലക്ഷ്യത്തിലായിരിക്കും. ആ ജീവൻ മുക്തഭാവം അനുഭവിച്ചറിയാൻ സാധിക്കും എന്ന് സാരം. അതുകൊണ്ട് അതിന് ഉപോത്ബലമായിട്ട് പ്രവർത്തിക്കുന്നത് എന്താ? സകല പ്രാണികളിലും ഹൃദയകമലത്തിൽ ഇരിക്കുന്ന ജീവനാണ്. അതാണ് സർവസ്യ ജാഖം ഹൃദയ സന്നിവിഷ്ടോ. നമ്മുടെ എല്ലാവരുടെയും എൻ്റെയും നിങ്ങളുടെ ഒക്കെ ശരീരത്തിലിരിക്കുന്നതും മറ്റു ഉറുമ്പിലും പ്രാണിയിലും ആനയിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഈ ശക്തി നിറഞ്ഞു നിൽക്കുന്നുണ്ട്.
അപ്പം അത് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള ഓർമ്മകൾ നൽകുന്നത്. അത് ഭൗതികവും. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ ആ കാപ്പിക്ക് വേണ്ടുന്നൊക്കെ എവിടെയാന്ന് ഓർമ്മ ഉയരണ്ടേ? ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ബാത്റൂം അന്വേഷിക്കുമ്പോൾ തന്നെ അതെവിടെയാന്ന് അറിയണ്ടേ? ഇതൊക്കെ എവിടുന്ന ഓർമ്മ വരണേ? ചില കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും. ഈ ജന്മത്തിലെ കാര്യങ്ങൾ തന്നെ മറന്നുപോകും. അപ്പോൾ പൂർവ്വജന്മ സ്മരണ എങ്ങനെ ഉണ്ടാവുക? അതും ഉണ്ടാകും. അതിനുള്ള സാധന ചെയ്താൽ അതും ഉണ്ടാകും. കാരണം ഈ കർമ്മബന്ധനങ്ങൾ നമുക്ക് തീരണമെന്നുണ്ടെങ്കിൽ പൂർവ്വജന്മമായിട്ട് കർമ്മബന്ധനത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ തീർക്കണം. അത് കിട്ടാനും കൊടുക്കാനും ഒക്കെ ഉണ്ടാവും. പുതിയതായിട്ടൊന്നും അകത്തെടുത്ത് പഴയതൊക്കെ എടുത്ത് കൊടുത്തേക്കണം. അതാണ് ഞാൻ പറയാറുണ്ട്, ആവർത്തിച്ച്. അകത്തുള്ളതൊക്കെ എടുത്ത് പുറത്തിടുക. പുറത്തുനിന്നൊന്നും പുതിയതായിട്ട് എടുത്ത് അകത്തിടുക. ഇട്ടാൽ അത് പിന്നെയും ബന്ധനം ഉണ്ടാകും. അപ്പൊ നിവർത്തി മാർഗത്തിലേ പ്രവർത്തിക്കാവുള്ളൂ. അപ്പൊ അതിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. അപ്പൊ അതുകൊണ്ട് അതിന് വേദങ്ങളിൽ വെച്ച് വേദമായിട്ട് അറിയും. ഇത്രയും കാര്യങ്ങൾ ഭഗവാൻ തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെയാണ് വേദം, ഞാൻ തന്നെയാണ് ദേവൻ. അതുകൊണ്ട് വേദൈശ്യ സർവേ രഹമേവ വിദ്യോ വേദാന്തകൃദേവ വിദേവ ചാഹം. ഞാൻ സർവ്വജീവികളുടെയും ജീവപ്രാണികളുടെയും ഹൃദയത്തിൽ അന്തർയാമിയായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നു. ജീവികൾക്ക് ഓർമ്മയും മറവിയും ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ തന്നെയാകുന്നു. അതുകൊണ്ട് സകല വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അറിയപ്പെടേണ്ടവൻ ഞാനാണെന്ന് മനസ്സിലാക്കുക. വേദാദികളുടെ അന്തസാരവും ഞാൻ തന്നെയാകുന്നു. അതുകൊണ്ട് വേദം എന്തെന്ന് ശരിക്കറിയുന്നവനും ഞാൻ തന്നെയാകും. അറിവ് കൊണ്ടേ അറിവിനെ അറിയാൻ സാധിക്കൂ. ഒരു കാര്യം അറിയുമെന്ന് പറയുന്നതിനും അറിയില്ല എന്ന് പറയുന്നതിനും അറിവ് വേണം എന്നർത്ഥം. അതുകൊണ്ട് ദ്വാമിമൗ പുരുഷോല്ലോകേ ക്ഷരച്ചാക്ഷര ഏവത ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്ചതേ. ആ പുരുഷോത്തമ യോഗത്തിൽ തന്നെ 15-ാം അധ്യായത്തില് 16-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറയുന്നു, ലോകത്തിൽ 2 തരം പുരുഷന്മാരെ കുറിച്ച് പറയപ്പെടുന്നു. ജീവൻ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതിന് കാരണമാകുന്നു. അതായത് ലോകത്തിൽ 2 പുരുഷന്മാരെ, അതാണ് ക്ഷരപുരുഷനും അക്ഷരപുരുഷനും. മൂന്നാമതൊരു പുരുഷനും കൂടെ ഉണ്ട്, ഈ ക്ഷരാക്ഷര പുരുഷന്മാരെ പ്രവർത്തിപ്പിക്കുന്നു. ക്ഷരം എന്ന് പറയുന്നത് നശിക്കുന്നത്. നമ്മുടെ ശരീരം തന്നെ ഉദാഹരണമായിട്ട് എടുത്താൽ മതി. ശരീരം നശിക്കുന്ന, ശരീരത്തിൽ അക്ഷരമായിട്ട് നിൽക്കുന്ന നമ്മുടെ ജീവനാണ്. ഈ ക്ഷരാക്ഷര പുരുഷന്മാരെ നയിക്കുന്നതാരോ അവൻ ഉത്തമ പുരുഷനാകുന്നു. അപ്പം നമ്മുടെ ശരീരം തന്നെ 2 ഭാവത്തിലാണ് ഈ ജീവൻ നിൽക്കുന്നത്. ഒന്ന് അപരാശക്തിയായിട്ടും ഒന്ന് പരാശക്തിയായിട്ടും. അത് ശരീരമായിട്ടും ജീവനായിട്ടും. ഇതിനെ ക്ഷരാക്ഷര പുരുഷങ്ങൾക്ക് ഉപരിയായിട്ടെന്ന് പറയാൻ ഈ 2നെയും സൃഷ്ടിച്ചത് ആരോ അതാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ദ്വന്ദ്ഭാവം പോയിട്ട് ഒന്നിലേക്ക് എത്തണം എന്നർത്ഥം. അതാണ് ദ്വാമിമ പുരുഷോ ലോകേ ക്ഷരച്ചാക്ഷര ഏവച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്ചത. ലോകത്തിൽ 2 തരത്തിലാണ് പ്രത്യക്ഷത്തിൽ ഈ പരമമായ പുരുഷൻ പ്രവർത്തിക്കുന്നത്, അറിയപ്പെടുന്നതും. അത് നമ്മുടെ തന്നെ ശരീരത്തിലൂടെ ഇതിനെ തിരിച്ചറിയണം. ഒന്ന് നമ്മുടെ ജീവൻ, അത് അക്ഷരമാണ്, നശിക്കാത്തതാണ്. എന്നാൽ ആ ജീവൻ നിലനിൽക്കുന്ന ശരീരമോ നശിക്കുന്നതാണ്. ഈ 2ലും ശ്രേഷ്ഠമായത് എന്താ? നശിക്കാത്തതെന്തോ അത് തന്നെ ശ്രേഷ്ഠം. അപ്പം ഈ 2 കാണുന്നത്, 2ആയിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ കാണുന്നത്, പ്രവർത്തിക്കുന്നത് ഒന്നായിട്ട് എപ്പോ നമുക്ക് ബോധമുണ്ടാകുന്നോ, ഞാനെന്ന ബോധത്തെ ഉണ്ടാക്കുന്ന ബോധം എന്തോ അത് അക്ഷരപുരുഷന്മാർക്ക് ഉപരിയാണ്. അത് 2ആയിട്ട് എപ്പോ കാണുന്നോ അപ്പോഴൊന്നും ഈശ്വരനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ അറിയുമില്ല. ഈശ്വരനെ യഥാർത്ഥ അറിയാനും സാധിക്കാത്ത കാരണമാകും എന്നർത്ഥം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായനമാർഗേണ മഹിമഹീശാകോ ബ്രാഹ്മണേഭ്യ ശുഭം തീർത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.